കൂട്ടായ ശ്രമങ്ങളുടെ ഫലമായി യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ ശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചെന്ന് കേന്ദ്ര സർക്കാർ. വധശിക്ഷ റദ്ദാക്കിയെന്നും മോചനത്തിനായി ധാരണയാണെന്നുമുള്ള റിപ്പോർട്ടുകൾ തെറ്റെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. തെറ്റായ വിവരങ്ങളും ഊഹാപോഹങ്ങളും അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ടുകൾ ഗുണം ചെയ്യില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത് ബൽറാം നെടുങ്ങാടിയാണ്. ബൽറാം, ഗുഡ് ഈവനിങ് അഗെയിൻ. ഈ ഒരു വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണല്ലോ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം. ഈ വധശിക്ഷ റദ്ദ് ചെയ്യപ്പെട്ടിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ചില ഊഹാപോഹങ്ങൾ, തെറ്റായ വിവരങ്ങൾ, മിസ്ഇൻഫോർമേഷൻ ജനങ്ങളിലേക്ക് എത്തുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഗുണം ചെയ്യില്ല എന്ന് വളരെ വ്യക്തമായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ടല്ലോ, അല്ലേ? ഗുഡ് ഈവനിംഗ് ക്രിസ്റ്റീന. ഈ വിഷയത്തിൽ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ കഴിഞ്ഞ പ്രതിവാര വാർത്താ സമ്മേളനത്തിൽ നൽകിയ വിശദീകരണം അത് ആവർത്തിക്കുകയാണ്. നിമിഷപ്രിയ കേസ് എന്നുള്ളത് ഏറെ ഗൗരവമുള്ള ഒരു കേസാണ്. കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ സഹായങ്ങളും നിമിഷപ്രിയയുടെ കുടുംബത്തിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കൂടാതെ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കൂട്ടായ ശ്രമങ്ങളുടെ ഫലമായി നിമിഷപ്രിയയുടെ ശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചു. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്നും നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ ധാരണയായി എന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അത് തെറ്റാണ് എന്നും അത്തരം തെറ്റായ വിവരങ്ങൾ പങ്കുവെക്കരുത് എന്നും അത്തരം വിവരങ്ങളും ഊഹാപോഹങ്ങളും അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ടുകൾ ഗുണം ചെയ്യില്ല എന്നുമാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നുമാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത്. ശരി, നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ബൽറാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.